കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഹോസ്പിറ്റൽസിന് ഇപ്പം നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ് വെബ്സൈറ്റിൽ പലതും കിടക്കുക. അതും കാലങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ഡോക്യുമെൻ്റാണ്. ഏറ്റവും റീസെൻ്റ് ഡോക്യുമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലുകൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ കുറച്ചധികം കണ്ടൻറ്റുകൾ വരുന്നതിന് നമ്മൾ സ്റ്റാഫുകളുടെ അടുത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അഡീഷണൽ 300 പേജുകൾ വരുന്ന കണ്ടൻറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ കൊടുത്തത്. ആദ്യം നമ്മുടെ സൈറ്റുകളുടെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന ആളുടെ കയ്യിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് അത്രയധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് മനസ്സിലാക്കി ചെയ്യുന്നതിന് ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. ഓരോരുത്തർക്ക് ആ ഡോക്യുമെൻറ്റേഷനിൽ ഉള്ളൊരു സ്ട്രെങ്ത് ഉണ്ട്. ആ സ്ട്രെങ്തിന് ആനുപാതികമായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ ആ ജോലി ഏൽപ്പിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ചെയ്തത് അവരുടെ ടീമിന് മുഴുവനുമായിട്ട് ആഴ്ചയിൽ ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കൊടുത്തു. കാരണം ChatGPTയിൽ നിന്ന് എടുക്കുന്ന ഡോക്യുമെൻറ്റുകൾ അത്ര നല്ലതല്ല. ചുമ്മാ കോമൺ ആയിട്ട് നമ്മളുടെ തന്നെ മാനുഷികമായ ചിന്തകളിൽ നിന്ന് ഈ സബ്ജക്റ്റിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് എഴുതിയെടുക്കുന്നതാണ് ഏറ്റവും നല്ല ഡോക്യുമെൻറ്റ്. ഒരാഴ്ച ഒരു ഡോക്യുമെൻ്റ് എന്ന രീതിയിൽ അവരുടെ ടീമിലുള്ള മൊത്തം 70 പേർക്കായിട്ട് കൊടുത്തപ്പോൾ ഏകദേശം 300 ഡോക്യുമെൻറ്റുകൾക്ക് ഒരു മാസം മതി എന്നുള്ള വളരെ മനോഹരമായൊരവസ്ഥയിൽ നമ്മളെത്തി. ആ ഡോക്യുമെൻറ്റുകൾ ഏകദേശം പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. സോ നമുക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ സ്ട്രെങ്ത് വെരിഫൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. MOM7E സ്ട്രെങ്ത് ഈസ് വെരിഫൈഡ് ബിഫോർ ദ വെരിഫൈഡ് ഫ്രം ദ ഓർഡർ ബിഫോർ അഡ്മിനിസ്ട്രേഷൻ. നമ്മളുടെ ഓർഡറിൽ ഓരോ മരുന്നും കൊടുക്കേണ്ട സ്ട്രെങ്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ സ്ട്രെങ്ത് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട്. ആ സ്ട്രെങ്തിൽ വരുന്ന വേരിയേഷൻസ് നമ്മൾ അതിൻ്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി MOM7Dയിൽ കാണുന്നുണ്ട്. MOM7Dയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് മെഡിക്കേഷൻ ഓർഡർ ഫിസിക്കലി എക്സാമിൻ ചെയ്യേണ്ടതെന്ന്. സോ ആ ഒരു കാര്യങ്ങൾ എക്സാമിൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സ്ട്രെങ്ത് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ നോക്കി ആ സ്ട്രെങ്തിലുള്ള മരുന്ന് തന്നെയാണ് പേരങ്ങ് നോക്കിയെടുത്ത് എക്സ്പയറിങ് ബാച്ചൊക്കെ നോക്കിയിട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. മരുന്ന് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് മരുന്നിൻ്റെ സ്ട്രെങ്ത് നോക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. MOM7 വളരെ കുഞ്ഞു കാര്യമാണ്. $650 കൊടുക്കാൻ പറഞ്ഞ സ്ഥലത്ത് $1000 എടുത്ത് കൊടുക്കല്ലേ. ഡോളോ എന്ന് കണ്ടു എടുത്തു കൊടുത്തു. അങ്ങനെയല്ല, കൃത്യമായിട്ട് ആ സ്ട്രെങ്ത്. ഇത് സിമ്പിളർ എക്സാമ്പിളാണ് പറഞ്ഞു. വളരെ സീരിയസ് എക്സാമ്പിൾസ് അതിലുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണത്. വെരിഫൈ ദ സ്ട്രെങ്ത് ബിഫോർ അഡ്മിനിസ്ട്രിങ് ദ മെഡിസിൻ. ഓർഡറിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും.